ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. മാഷും സച്ചിയും തമ്മിലിരുന്ന് സംസാരിക്കുകയാണ്, അതും ഹോസ്പിറ്റലിലിരുന്ന്. ട്രീറ്റ്മെന്റിന്റെ കാര്യത്തെ പറ്റിയൊന്നും മോൻ പറഞ്ഞില്ലല്ലോ എന്ന് മാഷ് ചോദിച്ചപ്പോൾ സച്ചി പറയുന്നു, ഞാൻ പിന്നെ സന്ധ്യ ഡോക്ടറെ ഈ വിഷയമായിട്ട് പിന്നെ കണ്ടിട്ടില്ല. കണ്ട് സംസാരിച്ച ശേഷം ഞാൻ അച്ഛനെ വിവരം അറിയിക്കാം. ഈ സമയത്താണ് അർച്ചന അങ്ങോട്ടേക്ക് വരുന്നത്. ഇവർ സംസാരിക്കുന്നത് കാണുന്നു. വളരെ വിഷമത്തോടെ മാഷ് സച്ചിയോട് പറയുന്നു, എൻ്റെ മോൾക്ക് ഇങ്ങനെ ഒരു കുഴപ്പമില്ലായിരുന്നെങ്കിൽ എത്ര സന്തോഷമായി കഴിയേണ്ടതായിരുന്നു നിങ്ങൾ. അർച്ചന അവിടേക്ക് വന്നിട്ട് ചോദിക്കുന്നു, എന്താ ഞങ്ങളുടെ സന്തോഷത്തിന്റെ കുഴപ്പം? രണ്ടുപേർക്കും എന്ത് പറയണം എന്നറിയില്ല. വീണ്ടും അർച്ചന പറയുന്നുണ്ട്, അച്ഛൻ സച്ചിയേട്ടൻ്റെ അടുത്ത് ട്രീറ്റ്മെന്റിന്റെ കാര്യം ചോദിച്ചോ? ഞാൻ പറഞ്ഞില്ലേ കാര്യം, എനിക്കും സച്ചിയേട്ടനും കുട്ടികൾ വേണമെന്ന് തന്നെയാണ് ആഗ്രഹം. ഈശ്വരനായിട്ട് കൈവിടുമ്പോൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓരോ വർഷവും ഓരോ ദിവസവും ഞങ്ങൾ രണ്ടുപേരും ഈ കാര്യം മറികടക്കാൻ ശ്രമിക്കുന്നത് എത്ര കഷ്ടപ്പെട്ടിട്ടാണെന്ന് ആർക്കും അറിയില്ല. മിക്ക ദിവസവും കുഞ്ഞിനെ കുറിച്ച് ഓർക്കാനുള്ള വിവിധ സാഹചര്യങ്ങളിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. ട്രീറ്റ്മെന്റൊക്കെ ആകുമ്പോൾ അതൊക്കെ തന്നെ നടന്നോളും. ഈ കാര്യം ചോദിച്ച് സച്ചിയേട്ടനെ ഇനി അച്ഛൻ വിഷമിപ്പിക്കരുത്. എന്തെങ്കിലും അറിയണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞോളാം. സന്ദീപ് അവിടേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ ഇവിടെ ഒരു ചർച്ചയെന്ന്. ഒന്നുമില്ലടാ, ഓരോ കാര്യങ്ങൾ പറഞ്ഞിങ്ങനെ നിന്നു എന്നേ ഉള്ളൂ എന്ന് സച്ചി. ഏട്ടാ, ഞാൻ അതിരെ വൃന്ദാവനത്തിലേക്ക് കൊണ്ട് വിട്ടിട്ട് വരാമെന്ന് സന്ദീപ് പറയുമ്പോൾ സച്ചി പറയുന്നു, എടാ നീ ആതിരയോടൊപ്പം 2 ദിവസം അവിടെ നിൽക്ക്, അതൊക്കെ അവർക്ക് വലിയ സന്തോഷമാകും. ശരിയെന്ന് സന്ദീപും പറയുന്നുണ്ട്. ഇതേസമയം അവന്തികയും ധനുഷും തമ്മിൽ സംസാരിക്കുകയാണ് ഒരു മുറിയിലിരുന്ന്. അവന്തിക ഇങ്ങനെ വല്ലാത്ത ടെൻഷനോട് നിൽക്കുമ്പോൾ ധനുഷ് പറയുന്നുണ്ട്, നിന്റെ ആലോചന കഴിഞ്ഞെങ്കിൽ പെട്ടെന്നൊന്ന് പറഞ്ഞു തീർക്കണം, അല്ലെങ്കിൽ ആരെങ്കിലും കണ്ടുകൊണ്ട് വരുന്നതിന് മുമ്പ് നീ ഇവിടെ നിന്ന് പോ. അവനൊക്കെ പറയുന്നുണ്ട്, ഞാൻ പറയാൻ കാര്യം എന്താണെന്ന്. സ്നേഹയെ നീ വിവാഹം കഴിക്കുന്നതിനോട് എന്താണ് നിന്റെ അഭിപ്രായം? ഇത് കേട്ട് ധനുഷ് പറയുന്നു, വിവാഹമോ? ഞാനോ? നിന്റെ തലയ്ക്ക് വല്ല അസുഖം ഉണ്ടോ അവന്തികെ? അതോ നിനക്ക് എന്നെ വേണ്ടാന്ന് തോന്നിയിട്ട് എന്നെ വിൽക്കാൻ ശ്രമിക്കുകയാണോ? അല്ല, അങ്ങനെ വിൽക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നല്ല ആർക്കെങ്കിലും കൊടുക്കണേ, ഒരു സ്നേഹ. എന്നാൽ ഇത് കേട്ട് അവന്തിക പറയുന്നു, ധനുഷേ നീ തമാശകളാ. വീണ്ടും ധനുഷ് പറയുന്നു, പിന്നെ അല്ലാതെ സ്നേഹിക്കുന്ന ആളോട് ലോകത്ത് ആരെങ്കിലും ചോദിക്കുന്ന ചോദ്യമാണോ നീ ഇപ്പോൾ ചോദിച്ചത്? ഞാൻ അവളെ കാണുമ്പോൾ എന്തെങ്കിലും തമാശ ഒപ്പിക്കുമെന്ന് കരുതി വിവാഹം കഴിച്ച് തലയിലാക്കാനൊന്നും എന്നെ കിട്ടില്ല. ഞാൻ ആരെങ്കിലും വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അത് നിന്നെയായിരിക്കും. നീ ഇല്ലെങ്കിൽ വേറൊരു പെണ്ണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല. അതുകൊണ്ട് ആവശ്യമില്ലാത്ത ഓരോന്ന് ചിന്തിച്ച് അതും പറഞ്ഞ് എന്നെ മോശക്കാരനാക്കരുത്. എന്നാൽ അവന്തിക പറയുന്നു, ഇത് ഞാൻ പറഞ്ഞതൊന്നുമല്ല, നന്ദൻ ഇപ്പോൾ എന്നോട് പറഞ്ഞതാണ്. എന്നാൽ ധനുഷ് വീണ്ടും പറയുന്നു, നന്ദനോ? ഞാൻ മനസ്സറിയാൻ വെറുതെ ചോദിച്ചപ്പോൾ നന്ദൻ തന്നെ പറഞ്ഞതാണിത്. ഇവിടുത്തെ ആ കിഴവനും അവനും കൂടി നിന്നോട് ചോദിക്കാനിരിക്കുകയാണ്. നിന്റെ മനസ്സിൽ എന്താണെന്നറിയാൻ ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ എന്നൊക്കെ അവന്തിക പറയുമ്പോൾ ധനുഷ് പറയുന്നു, എന്നാ പിന്നെ എൻ്റെ മനസ്സറിഞ്ഞല്ലോ, സന്തോഷമായില്ലേ? ആയി. ഞാൻ കരുതി നീ സമ്മതമാണെന്ന് പറയുമെന്ന്. ഇപ്പോൾ എനിക്ക് സന്തോഷമായെന്ന് അവന്തിക പറയുന്നുണ്ട്. ധനുഷ് പറയുന്നു, നമ്മൾ രണ്ടുപേരും അവരെയൊക്കെ എങ്ങനെ കൊല്ലാമെന്ന് ആലോചിക്കുമ്പോഴാണ് അവരുടെ ഇങ്ങോട്ടുള്ള കല്യാണ ആലോചന. നീ അതാലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. എന്നോട് വന്ന് ചോദിക്കുമ്പോൾ എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ള മറുപടി ഞാൻ പറഞ്ഞോളാന്നേ. സമാധാനമായെങ്കിൽ എൻ്റെ കൊച്ച് സന്തോഷമായിട്ട് പോയാട്ടെ. അങ്ങനെ അവന്തിക അവിടെ നിന്ന് പോകാൻ തുടങ്ങിയപ്പോൾ അവന്തികയുടെ കയ്യിൽ ഇങ്ങനെ പിറകു നിന്ന് പിടിക്കുകയാണ് ധനുഷ്. എന്നിട്ട് തൻ്റെ അടുത്തേക്ക് ചേർത്ത് നിർത്തിയിട്ട് ധനുഷ് അവന്തികയോട് പറയുന്നു, അല്ലെങ്കിൽ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പോയാലോ? അങ്ങനെ അവർ വളരെ റൊമാൻസോടെ നിൽക്കുന്ന സമയത്താണ് നന്ദൻ ധനുഷിന്റെ ഗസ്റ്റ് ഹൗസിലേക്ക് പോകുന്നത്. ധനുഷ് അവന്തികയുടെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്നു, ഇവിടെയുള്ള എല്ലാത്തിനെയും തീർക്കേണ്ട കൈയല്ലേ ഇത്? എല്ലാവരെയും തീർത്തിട്ട് ഈ കൈയും പിടിച്ചതിൻ്റെ ഒരു നടത്തമുണ്ട്. ഈ സമയത്താണ് നന്ദൻ ആ ഗസ്റ്റ് ഹൗസിന്റെ വാതിൽ മുട്ടിയത്. പെട്ടെന്ന് ഒരു ഞെട്ടലോടെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുകയാണ് ഇപ്പോൾ ധനുഷും അവന്തികയും. ധനുഷ് എന്ന് പറഞ്ഞ് നന്ദൻ വിളിക്കുകയും ചെയ്തു. ഇവിടെ നിൽക്കുക എന്ന് പറഞ്ഞ് കട്ടന്റെ പിന്നിൽ അവന്തികയെ ഒളിപ്പിക്കുകയാണ് ഇപ്പോൾ ധനുഷ്. എന്നിട്ട് വാതിൽ തുറന്നു. സാറായിരുന്നു എന്ന് ചോദിക്കുന്നു. ഞാനൊന്ന് കിടക്കായിരുന്നു എന്നും ധനുഷ് പറയുന്നു. ഞാൻ തന്നോടൊരു കാര്യം പറയാൻ വന്നതായിരുന്നു ഇനി നന്ദൻ പറയുമ്പോൾ ധനുഷ് പറയുന്നു, നമുക്കെന്നാ പുറത്തേക്ക് നിൽക്കാം സർ. ഇത് അകത്ത് വെച്ച് പറയേണ്ട കാര്യമാണ്, തികച്ചും പേഴ്സണലാണ് എന്നും നന്ദൻ പറയുകയാണ്. അങ്ങനെ രണ്ടുപേരും അകത്തേക്ക് വന്നു. എന്താ സാർ പറയാനുണ്ടെന്ന് പറഞ്ഞത് എന്ന് ധനുഷ്. സത്യം പറഞ്ഞാൽ കുറച്ച് മുഖവരയുടെ വളച്ചു ചുറ്റി പറയേണ്ട കാര്യമാണ്. പക്ഷേ ധനുഷിൻ്റെയും എൻ്റെയും ഇടയിൽ അതിൻ്റെ ആവശ്യമില്ല എന്ന് തോന്നി. ഇടയ്ക്കേട്ട് ധനുഷ് പറയുന്നു, എന്ത് കാര്യമായാലും സാറിനത് എന്നോട് പറയാലോ. പിന്നെയും നന്ദൻ പറയുന്നു, അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരിട്ട് വന്ന് പറയാമെന്ന് കരുതിയത്. ഞാൻ കാര്യത്തിലേക്ക് വരാം. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഓഫീസിലെ MD ആയിട്ടല്ല, ഈ വീട്ടിലെ മൂത്ത മകനായിട്ടാണ്.
എൻ്റെ അനിയത്തിയെ സ്നേഹയെ ധനുഷിന് അറിയാലോ. അവൾക്കിപ്പോൾ വിവാഹപ്രായമായി നിൽക്കുകയാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു നല്ല ബന്ധം വന്നാൽ അത് ആലോചിക്കാമെന്ന് കരുതി ഇരിക്കുകയായിരുന്നു ഞങ്ങൾ. അപ്പോഴാണ് ധനുഷിനെ കാണുന്നതും പരിചയപ്പെടുന്നതും. അങ്ങനെ ഞാനും അച്ഛനും കൂടി ആലോചിച്ച് ഒരു തീരുമാനത്തിലെത്തി. സ്നേഹയ്ക്ക് വേണ്ടി ധനുഷിനെ ഒന്ന് ആലോചിച്ചാലോ എന്ന്. അവൻ്റെ ഇവിടെ നിൽക്കുമ്പോൾ ധനുഷിന് എന്ത് മറുപടി പറയണമെന്നറിയില്ല. യഥാർത്ഥത്തിൽ സ്നേഹയെ ധനുഷിന് ഇഷ്ടം തന്നെയാണ്. പക്ഷേ അവൻ്റെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അവൻ്റെ മുന്നിൽ വെച്ചത് പറയാൻ കഴിയില്ല എന്ന് മാത്രം. നന്ദൻ ധനുഷിനോട് പറയുന്നു, ധനുഷിന് സ്നേഹ ഇഷ്ടമാണെങ്കിൽ ഞങ്ങൾ നടത്തിത്തരാൻ തയ്യാറാണ്. അല്ല, എനിക്കറിയാം സ്നേഹയെ താൻ ആ രീതിയിൽ കണ്ടിട്ടില്ല എന്ന്. ധനുഷിന് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ഈ ആലോചനയുമായി മുന്നോട്ടേക്ക് പോകാം. ഇനി ധനുഷിന് താല്പര്യമില്ലെങ്കിൽ ദാ ഇവിടെ നിർത്താം. ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടുമില്ല, ധനുഷിനോട് ഈ കാര്യം സംസാരിച്ചിട്ടുമില്ല. ധനുഷ് നോ പറഞ്ഞു എന്ന് കരുതി ഇവിടുത്തെ താമസത്തെയോ ജോലിയോ ഒരു തരത്തിലും ബാധിക്കത്തുമില്ല. അതുകൊണ്ട് സമ്മതമാണെങ്കിൽ മാത്രം പറയാം. ഇത് കേട്ട് ധനുഷ് നന്ദനോട് പറയുന്നുണ്ട്, സാറ് എന്നോട് ക്ഷമിക്കണം, ഇത് നടക്കില്ല. അവൻ്റെ ഒരുപാട് സന്തോഷമായി ധനുഷിൽ നിന്നും ഈ വാർത്ത കേട്ടത്. അത് മറ്റൊന്നും കൊണ്ടല്ല സാർ, നെല്ലിശ്ശേരി പോലെ ഒരു വീട്ടിലേക്ക് വന്നു കയറാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല. ഏത് രീതിയിൽ അളന്നു നോക്കിയാലും ഒപ്പം എത്താൻ പറ്റാത്ത ബന്ധത്തെക്കുറിച്ച് എന്തിനാണ് സാർ ആലോചിക്കുന്നത് എന്ന് ധനുഷ് പറയുമ്പോൾ നന്ദൻ വീണ്ടും പറയുന്നു, ഞാൻ ധനുഷിനോട് ചോദിച്ചത് എൻ്റെ അനിയത്തെ വിവാഹം കഴിക്കാൻ ധനുഷിന് സമ്മതമാണോ എന്നാണ്. ധനുഷ് മറുപടി പറഞ്ഞത് യോഗ്യതയുടെ കാര്യം. എൻ്റെ അനിയത്തെ വിവാഹം കഴിക്കാനുള്ള യോഗ്യത ധനുഷിന് ഇല്ലായിരുന്നു എങ്കിൽ ഞാൻ ഇതും പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വരില്ലായിരുന്നല്ലോ. സ്നേഹയ്ക്ക് എന്തുകൊണ്ടും യോജിച്ച പയ്യനാണ് ധനുഷ്. പിന്നെ യോഗ്യതയുടെ കാര്യമൊക്കെ ധനുഷിന്റെ മനസ്സിന്റെ വലിപ്പം കൊണ്ട് ധനുഷിന് തോന്നുന്നതാണ്. സ്നേഹയെ നന്നായി നോക്കണം, അത് തന്നെ കൊണ്ട് സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് യോഗ്യതയുടെ കാര്യം മാറ്റി വെച്ചിട്ട് സ്നേഹയെ ഇഷ്ടമാണോ അല്ലയോ എന്ന് മാത്രം പറയും. അപ്പോഴും അവനിക്ക് നിൽക്കുന്നത് കൊണ്ട് മാത്രം എന്ത് പറയണമെന്നറിയാതെ നിൽക്കുകയാണ് ഇപ്പോൾ ധനുഷ്. വീണ്ടും നന്ദൻ പറയുന്നു, ധനുഷിന് താല്പര്യമില്ലെങ്കിൽ. പെട്ടെന്ന് ധനുഷ് പറയുന്നു, താല്പര്യമുണ്ട് സർ. അവനിക ഒന്ന് ഞെട്ടി. സാറ് പറഞ്ഞതുപോലെ സ്നേഹയെ ഇതുവരെ ഞാൻ ആ കണ്ണിൽ നോക്കിയിട്ടില്ല. അതാണ് സാർ ആദ്യം പറഞ്ഞപ്പോൾ ഞാനത് തടഞ്ഞത്. പിന്നെ ഇതൊരു സ്വപ്നമല്ല, റിയാലിറ്റിയാണെന്ന് മനസ്സിലാക്കാനും ഞാൻ വൈകി. നിങ്ങൾക്കെന്നെ വിശ്വാസമാണെങ്കിൽ സ്നേഹയെ ഞാൻ വിവാഹം കഴിച്ചോളാം. മനസ്സറിഞ്ഞ് ഞാൻ സമ്മതിച്ചിരിക്കുന്നു എന്നും ധനുഷ് പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷത്തോടെ നന്ദൻ പറയുന്നു, എടോ ഇപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. താൻ നോ പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ അച്ഛന് സങ്കടമായേനെയായിരുന്നു. ഞാൻ ഈ കാര്യം ഇപ്പോൾ തന്നെ അച്ഛനോട് പറയാൻ പോവുകയാണെന്ന് പറഞ്ഞ് നന്ദൻ അവിടെ നിന്ന് പോയപ്പോൾ അവന്തികയോട് എന്ത് പറയണമെന്ന് ആലോചിച്ച് നിൽക്കുകയാണ് ധനുഷ്. വാതിൽ തുറന്ന് പുറത്തേക്ക് പോവുകയാണ് ഇപ്പോൾ നന്ദൻ വളരെ ഹാപ്പിയാണ്. കട്ടന്റെ പിന്നിൽ നിന്നും അവന്തിക ധനുഷിന്റെ അരികിലേക്ക് വന്നിട്ട് ചോദിക്കുന്നു, നിനക്ക് എത്ര അച്ഛനുണ്ട്? ഒന്നോ അതിൽ കൂടുതലുണ്ടോ? എന്നോട് നീ നേരത്തെ പറഞ്ഞതെന്താ, ഇപ്പോൾ എന്നോട് കാണിച്ചതെന്താ? എന്നാൽ നന്ദന്റെ ഫോൺ ആ ഗസ്റ്റ് ഹൗസിൽ വെച്ച് മറന്നു വെച്ചിരുന്നുണ്ട്. അയ്യോ, എൻ്റെ ഫോൺ എടുത്തില്ലല്ലോ എന്ന് നന്ദൻ ആലോചിക്കുന്നു. ധനുഷാണെങ്കിൽ അവന്തികയോട് പറയുന്നു, അതിനെ വിവാഹം ആലോചിച്ചതല്ലേ ഉള്ളൂ, കഴിഞ്ഞില്ലല്ലോ. അവരെല്ലാം ഉറപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ ഇവിടുന്ന് സ്ഥലം വിട്ടോളാം. എന്താ, അത് പോരെ? ഇവിടെയുള്ളവർക്കെല്ലാം വലിയ പ്രതീക്ഷയും സന്തോഷവും കൊടുത്തിട്ട് ഒറ്റയടിക്ക് അത് നടക്കില്ല എന്ന് അറിയുമ്പോഴുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. നന്ദൻ അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് സന്ദീപ് നന്ദനെ വിളിക്കുന്നു. ഏട്ടാ, അത്യാവശ്യമായി ഏട്ടനെ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. എൻ്റെ മൊബൈൽ ധനുഷിന്റെ മുറിയിൽ വെച്ച് മറന്നു, നീ അതൊന്ന് എടുത്തിട്ട് വായേ എന്ന് പറഞ്ഞ് സന്ദീപിനെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുകയാണ് നന്ദൻ. അവൻ്റെ ധനുഷിനോട് വീണ്ടും പറയുന്നു, വിവാഹം നടക്കുന്ന ഒരു സാഹചര്യം വന്നാൽ നിന്റെ അച്ഛനെ കൊണ്ട് നീ സമ്മതിപ്പിക്കില്ല എന്നുള്ള കാര്യം തീർച്ചയല്ലേ? തീർച്ച. അല്ലാത്ത കാര്യം ഞാൻ നിന്നോട് പറയോ എന്ന് ധനുഷ് പറയുമ്പോൾ അവനിക പറയുന്നു, എങ്കിൽ സാരമില്ലെന്ന്. ധനുഷ് മുറിയിലേക്ക് വന്നു. അപ്പോൾ അവന്തികയും ധനുഷും കൂടി സംസാരിച്ച് നിൽക്കുന്നത് കാണുന്നു. ആഹാ, എടുത്ത് ഈ മുറിയിൽ ഉണ്ടായിരുന്നോ എന്ന് സന്ദീപ് ചോദിക്കുന്നു. എന്താ സന്ദീപ് എന്ന് അവന്തിക ചോദിച്ചപ്പോൾ സന്ദീപ് പറയുന്നു, നന്ദേട്ടന്റെ ഫോൺ ഇവിടെ മറന്നു വെച്ചു എന്ന് പറഞ്ഞു. ദേ ഇരിക്കുന്നു. ശരി എന്നാ എന്ന് പറഞ്ഞ് സന്ദീപ് ഇവിടെ നിന്ന് പോകുന്നു. വലിയൊരു ടെൻഷൻ ഒഴിവായിപ്പോൾ സന്ദീപ് പെട്ടെന്ന് കയറി വന്നപ്പോൾ രണ്ടുപേരും ഒന്ന് ഞെട്ടിയിരുന്നു. പിന്നീട് കാണിക്കുന്നത് സേതുവിന്റെ അരികിലേക്ക് നന്ദൻ വരുന്നു. നിന്നോട് ഞാൻ വരാൻ പറഞ്ഞത് ധനുഷിന്റെ കാര്യം ഒന്നും കൂടി ഓർമ്മപ്പെടുത്താനാണെന്ന് സേതു പറയുന്നു. ഞാനിപ്പോൾ ധനുഷിനോട് സംസാരിച്ചിരുന്നു. ധനുഷിന് സമ്മതമാണെന്നാ എന്നോട് പറഞ്ഞതെന്ന് സന്തോഷത്തോടെ നന്ദൻ പറയുന്നു. ഇനി ബാക്കി കാര്യങ്ങൾ എന്താണെന്ന് അച്ഛൻ പറഞ്ഞാൽ മതിയെന്നും നന്ദൻ പറയുമ്പോൾ സേതു പറയുന്നു, ഞാൻ ജീവിച്ചിരിക്കുമ്പോഴുള്ള ഈ കുടുംബത്തെ അവസാനത്തെ വിവാഹമാണ്. വലിയ ആർഭാടത്തോടെ തന്നെ അത് നടത്തണം. ധനുഷിന്റെ സമ്മതം പോലെ തന്നെ അവന്റെ വീട്ടുകാരുടെയും സമ്മതം വാങ്ങണം. സച്ചിയും അർച്ചനയും സന്ദീപും ഒക്കെ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് എല്ലാവരും കൂടി ആലോചിച്ചിട്ടത് പറയാം. സ്നേഹമോൾക്ക് മറ്റ് എതിർപ്പുകളൊന്നും ഇല്ല എന്ന് തന്നെ വിശ്വസിക്കാം.
എന്നിരുന്നാലും അവളോട് പറഞ്ഞിട്ട് വേണം ഇത് ഉറപ്പിക്കാനും മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാനും. എൻ്റെ മക്കളുടെ കാര്യത്തിൽ മുമ്പ് എനിക്ക് പറ്റിയുള്ള അബദ്ധം സ്നേഹയുടെ കാര്യത്തിൽ ഉണ്ടാവരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഇനിയും അതുപോലെയുള്ള അനുഭവങ്ങൾ താങ്ങാൻ പറ്റിയ അവസ്ഥയിലല്ല ഞാനിപ്പോൾ ഉള്ളത്. അതുകൊണ്ട് എല്ലാം ആലോചിച്ച് അതിൻ്റെതായ രീതിയിൽ നീ തന്നെ മുന്നിൽ നിന്ന് ചെയ്താൽ മതിയെന്നും സേതു പറയുന്നുണ്ട്. ധനുഷിന്റെ അച്ഛനെയും അമ്മയും കുടുംബത്തെ പറ്റിയും നിന്നോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നന്ദൻ പറയുന്നുണ്ട്, വലുതായിട്ടൊന്നും അറിയില്ല. വീട്ടിലുള്ളപ്പോൾ അച്ഛനും അമ്മയും ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഒരു ചേച്ചി ഉള്ളത് വിവാഹം കഴിഞ്ഞ് മറ്റെവിടെയാണ് താമസം. ഞാൻ വിശദമായി ധനുഷിനോട് ഒന്നും കൂടി സംസാരിക്കുക അച്ഛാ. എന്നാൽ പിന്നെ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ, കുറച്ച് ഫയലും കൂടി നോക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് നന്ദൻ അപ്പുറത്തേക്ക് പോകുന്നുണ്ട്. കുറച്ച് ഒരു സന്തോഷത്തോടേക്ക് നിൽക്കുകയാണ് ഇപ്പോൾ സേതു. പിന്നീട് കാണിക്കുന്നത് രാത്രിയിൽ സേതു ഇങ്ങനെ ന്യൂസ് പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. നന്ദൻ വീണ്ടും അവിടേക്ക് വന്നു. ധനുഷിന്റെയും സ്നേഹയുടെയും കാര്യത്തിൽ നമ്മൾ വേറൊന്നും ചെയ്തിട്ടില്ലല്ലോ അച്ഛാ. നമ്മൾ ഇതുവരെ ഇവിടെയുള്ള ആരോടും ആലോചിച്ചിട്ട് പോലുമില്ല, സ്നേഹയോട് പോലും. സേതു പറയുന്നു, സ്നേഹയോട് നിർബന്ധമായും സമ്മതം ചോദിക്കണം. ഞാൻ മക്കളും അനുസരിക്കുമെന്ന് കരുതി ഓരോന്ന് ഒക്കെ പറഞ്ഞ് തീരുമാനം എടുത്തിട്ട് വിഷമിക്കേണ്ടി വന്നിട്ടുണ്ട് എനിക്ക്. ഇനി അത് ആവർത്തിക്കരുത്. സ്നേഹയ്ക്ക് ഈ വിവാഹത്തിൽ സമ്മതമാണോ എന്ന് വ്യക്തമായി ചോദിച്ച് മനസ്സിലാക്കിയതിനു ശേഷം ഈ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്താൽ മതിയെന്നും പറയുന്നു. അപ്പോഴേക്കും സ്നേഹ അവിടേക്ക് വന്നു. എന്താണ് ഒരു ഡിസ്കഷൻ? എൻ്റെ പേരൊക്കെ പറയുന്നുണ്ടല്ലോ എനിക്ക്. സ്നേഹ, ഡിസ്കഷൻ നിന്നെ കുറിച്ചാണ്. നിനക്ക് നല്ലൊരു പയ്യനെ നോക്കി ഞാനും അച്ഛനും കൂടി. പെട്ടെന്ന് ഒന്ന് ടെൻഷൻ ആവുകയാണ് സ്നേഹ. നിനക്ക് സമ്മതമാണോ എന്ന് ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഇപ്പോൾ. പയ്യനോട് നന്ദൻ സംസാരിച്ചുവെന്നും സേതു പറയുന്നു. അവന് എതിർപ്പൊന്നുമില്ലെന്നാ പറഞ്ഞത്. ഇനി നിന്റെ കാര്യം കൂടി അറിയണം. ഇത് കേട്ട് നന്ദൻ ചോദിക്കുന്നു, എന്താടി നിന്റെ മനസ്സിൽ വേറെ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിലേ ഇപ്പോൾ പറയണം, എങ്കിലേ ഞങ്ങൾ ആലോചിച്ച വിവാഹം ക്യാൻസൽ. അവളുടെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവൾ പറഞ്ഞേനെയല്ലോ എന്നെ സേതുവും പറയുന്നു. മോളെ, ഇനിയും നിന്റെ വിവാഹം നീട്ടിക്കൊണ്ടു പോകണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയതെന്നും സേതു പറയുന്നു. തനിക്ക് വേണ്ടി ആലോചിച്ചത് മറ്റാരെയോ ആണെന്ന് വിചാരിച്ചിരിക്കുകയാണ് ഇപ്പോൾ സ്നേഹ. ധനുഷാണെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ലായിരുന്നു. ഞങ്ങൾ തീരുമാനിച്ചു എന്ന് പറഞ്ഞാലും നിന്റെ സമ്മതം നിർബന്ധമായും വേണമല്ലോ എന്നെ സേതു ചോദിച്ചപ്പോൾ സ്നേഹ പറയുന്നു, ആരാ അച്ഛാ നിങ്ങളുടെ മനസ്സിലുള്ള ആള് ഇവിടേക്ക് തന്നെ ഉള്ളതാണേ. നമ്മുടെ ധനുഷില്ലേ, അയാളാണ് നമ്മുടെ മനസ്സിലുള്ള ആളെന്ന് സേതു പറയുമ്പോൾ ഒരുപാട് സന്തോഷത്തോടെ നിൽക്കുകയാണ് ഇപ്പോൾ സ്നേഹ. ഒരു നാണമൊക്കെ മുഖത്ത് വന്നിട്ടുണ്ട്. നന്ദൻ സംസാരിച്ചപ്പോൾ മോളെ വിവാഹം കഴിക്കാൻ സമ്മതമാണെന്ന് അയാൾ പറഞ്ഞു. ഇനിയുള്ളത് മോളുടെ തീരുമാനമാണെന്നും വേണേൽ മോള് 2-3 ദിവസം ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതിയെന്നും സേതു പറയുമ്പോൾ സ്നേഹ പറയുന്നു, ഇനിയിപ്പോൾ ഞാൻ എന്ത് പറയാനാച്ചാ? അച്ഛനും ഏട്ടനും കൂടിയെല്ലാം തീരുമാനിച്ചാൽ മതിയെന്നും സ്നേഹ പറയുന്നുണ്ട്. നിനക്കും ധനുഷിന് ഇഷ്ടമാണെന്നും വിവാഹത്തിന് സമ്മതമാണെന്നും അല്ലേ നീ ഇപ്പോൾ പറഞ്ഞത് എന്നെ നന്ദൻ പറയുമ്പോൾ നാണത്തോടെ ഇങ്ങനെ പുഞ്ചിരിയോടെ നിൽക്കുകയാണ് ഇപ്പോൾ സ്നേഹ. അപ്പോൾ ഇനി കാര്യങ്ങൾ എളുപ്പമായി, വേഗത്തിൽ തന്നെ ഇനി കാര്യങ്ങളൊക്കെ നടത്താം എന്ന് നന്ദൻ പറയുന്നു. അപ്പോഴേക്കും അവിടേക്ക് സച്ചിയും അർച്ചനയും മീരയും അനക്കയും വന്നു. ആഹാ, നിങ്ങൾ എത്തിയല്ലേ? അവന്തികയും അവിടേക്ക് വന്നു. ഞാൻ പോയി കൂട്ടിക്കൊണ്ട് വന്നതാ അച്ഛാ. അവനോടൊപ്പം സന്ദീപും അങ്ങോട്ടേക്ക് പോയെന്ന് സച്ചി പറയുമ്പോൾ അവന്തിക പറയുന്നു, പിന്നെന്താ മീര ഇങ്ങോട്ടേക്ക് വന്നതെന്ന്. എടുത്ത് 2 ദിവസം കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ എന്ന് അവന്തിക. അതിനെന്താ മീര ഇവിടെ നിൽക്കട്ടെ. പിന്നെ നിങ്ങളോട് എല്ലാവരോടും ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു വിവാഹം ഉറപ്പിക്കണം. അത് മറ്റാരുടെ അല്ല, അതെ ഇവളുടെയാണെന്ന് നന്ദൻ. ഇവളുടെ വിവാഹം ഞാനും അച്ഛനും ഇവളും കൂടി തീരുമാനിച്ചു. ഇത് കേട്ട് സച്ചി ചോദിക്കുന്നു, വിവാഹം തീരുമാനിച്ചെന്നോ? ആരുമായിട്ടെന്ന് പെട്ടെന്ന് നന്ദൻ പറയുന്നു, അത് മറ്റാരുമല്ല, ധനുഷുമായിട്ട്. ഇത് കേട്ട് അവന്തികയും അർച്ചനയും ഒക്കെ ഒന്ന് ഞെട്ടി നിൽക്കുകയാണ്. അവൻ നല്ല പയ്യനല്ലേ, ഞാൻ അവനോടും ഇവളോടും സംസാരിച്ചപ്പോൾ 2 പേർക്കും താല്പര്യമാണെന്ന് പറഞ്ഞു. എന്നാ പിന്നെ അത് നടത്താമെന്ന് കരുതി. സേതു പറയുന്നു, ഞാനും നന്ദനും കൂടി ആലോചിച്ച ശേഷം നിങ്ങളോട് പറയാമെന്ന് കരുതി. പിന്നെ ഹോസ്പിറ്റലൊക്കെ ആയിട്ട് നിങ്ങളും തിരക്കിലായിരുന്നല്ലോ. ഇപ്പോൾ ഇവളോട് ചോദിച്ചപ്പോൾ ഇവൾക്കും എതിർപ്പില്ല എന്ന് അച്ഛൻ പറയുമ്പോൾ ഇത് കേട്ട് അനഘയും ഞെട്ടിയിരിക്കുകയാണ്. കാരണം അനഘയ്ക്ക് സത്യങ്ങൾ അറിയാലോ. ധനുഷ് അവന്തികയുടെ ഒരു കാമുകനാണെന്നുള്ള കാര്യം അനഘയ്ക്ക് വ്യക്തമായിട്ട് തന്നെ അറിയാം. ഇപ്പോൾ അനഘ നന്നായി കഴിയുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അനഘയും ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഈ വിവാഹം പിന്തിരിപ്പിക്കാൻ ശ്രമിക്കും എന്നാണ് തോന്നുന്നത്. മീരയും ഇത് കേട്ട് ഞെട്ടി തന്നെയാണ് നിൽക്കുന്നത്. ഇത്രയും പറഞ്ഞ് സേതു ഇവിടെ നിന്ന് പോയപ്പോൾ ദേഷ്യത്തോടെ അനഘയും മുറിയിലേക്ക് പോകുന്നു. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.